ഗുഡ് മോർണിംഗ്. നമ്മുടെ രജനി വന്നു. അപ്പോൾ ഇനി ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ അവൾ തുടങ്ങുകയാണ്. രാവിലത്തെ ഡ്യൂട്ടി ടീച്ചറുടെ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രാവിലെ മാഷ് ഒരു കട്ടൻ കാപ്പി ഇട്ടു കൊണ്ട് തന്നു, ഞാൻ കുടിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മാഷക്ക് ഒരു ചായ ഇട്ടു. ചായ ഇട്ടതിന് ശേഷം എനിക്ക് സ്പെഷ്യൽ ഒരു ദോശയായിരുന്നു. ആ ദോശ നിങ്ങളെ ഞാൻ കാണിച്ചു. കോഴിമുട്ടയൊക്കെ ചേർത്തുള്ള ഒരു ബെസ്റ്റ് ദോശ. പിന്നെ മാഷക്ക് പുട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, മാഷക്ക് പുട്ടാണെങ്കിൽ നമുക്ക് പുട്ടും കടലയും പിന്നെ ഇഡ്ഡലി സാമ്പാർ ചട്നി, അതുപോലെ തന്നെ നൂൽപുട്ട് അല്ലെ ഇടിയപ്പം സ്റ്റൂ, അതിനും കടല യോജിക്കും. പിന്നെ ദോശ ചമ്മന്തി, ഇതൊക്കെയാണല്ലോ നമ്മുടെ രാവിലത്തെ പലഹാരങ്ങൾ. പക്ഷേ മാഷക്ക് പുട്ടും കടലയും പുട്ടും ചെറുപയറും വേണം. ഇന്ന് പക്ഷേ ഇതൊന്നുമല്ല. പുട്ടും ഇവിടെ ഒരു കൊല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കുറേ ദിവസം കൂടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൊല പഴുത്തു നിന്നു. പകുതി വാവലോ അണ്ണാനോ ഏതാണ്ട് കൂട്ടുകാർ കൊണ്ടുപോയി. ബാക്കി അതിൻ്റെ ആ ഭാഗങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി എടുത്തു വെച്ചു. അത് അപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ രജനി, എൻ്റെ മകൻ്റെ അവിടേക്ക് ഒരു പടല കൊണ്ടുപോയി. രജനി കുറച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്തു. ശാന്തമ്മയ്ക്ക് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി അവിടെ ഇരിപ്പുണ്ട്. ഇനി ഒരു 1/4 ഭാഗം കൊല കുറച്ച് അണ്ണന്മാർ കൊണ്ടുപോയി. അപ്പോൾ അത് പുട്ട് 2-3 ദിവസത്തേക്കുണ്ട്. അപ്പോൾ പുട്ടും പഴവും ആക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ പുട്ടും പഴവും മാഷ് കഴിച്ചു. ഞാൻ ദോശ കഴിച്ചു. അപ്പോൾ അതാ 11:15 11:30 ആകുമ്പോൾ നമ്മുടെ രജനി വരും. രജനി വന്നിട്ട് ഇന്ന് നിങ്ങൾ ഒന്നും എന്നെ പറയരുത്, ഞാൻ മുല്ലപ്പൂ വയ്ക്കുന്ന കാര്യത്തിൽ സന്തോഷമാണ്. ഇന്ന് മുല്ലപ്പൂ ചൂടിയാണ് വന്നിരിക്കുന്നത്. അന്ന് 2-3 ദിവസം അവിടെ മഴയായതുകൊണ്ട് കൊണ്ടിടാഞ്ഞുകൊണ്ട് അവൾ വയ്ക്കാതെ വന്നത്. എനിക്കിഷ്ടം അവൾ മുല്ലപ്പൂവൊക്കെ വെച്ച് മേക്കാതൊക്കെ കുത്തി മിഞ്ചിയൊക്കെ ഇട്ട് പാദസരമൊക്കെ ഇട്ടാണ് ആൾ വരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് എനിക്ക് പെൺകുട്ടികളില്ല, കണ്ണട വെച്ച് അത് മറന്നു പോയില്ല. പെൺകുട്ടികളില്ലാത്തതല്ലേ. അപ്പോൾ എനിക്ക് ഈ കുട്ടി ഇങ്ങനെ ഒരുങ്ങി വരുന്നതാണ് കൂടുതലിഷ്ടം. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അവൾക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചീര തോരൻ വയ്ക്കാനായിട്ട് അവൾ വൃത്തിയാക്കുന്നു. ഞാൻ കഴുകി വാരിയൊക്കെ വെച്ചു. 2 പ്രാവശ്യം കഴുകി, 1 പ്രാവശ്യം കൂടെ അവളോട് കഴുകാൻ പറഞ്ഞു. അല്ലേ ചിലപ്പോൾ അവളുണ്ടല്ലോ 1 പ്രാവശ്യം കഴുകിയിട്ട് എന്നെ പറ്റിക്കും. അതുകൊണ്ട് ചീര ഞാൻ കഴുകി അങ്ങ് വെച്ചു. ഞാൻ എവിടെ പോയാലും ഹോട്ടലിൽ നിന്നായാലും എവിടെ പോയാലും ഞാൻ ചീരത്തോരൻ കൂട്ടുകയില്ല, ചീരക്കറിയും കൂട്ടില്ല. എന്നറിയാം, എനിക്ക് അത് തൃപ്തിയാകില്ല കഴുകിയോ മണ്ണുണ്ടോയെന്ന്. അപ്പോൾ ഇവൾ 1 തവണയോ 2 തവണയൊക്കെ കഴുകും. പിന്നെ ഞാൻ വേറൊരു കാര്യം അതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ രജനി, വേറൊരു വാഷിങ്ങിൻ്റെ കാര്യം. അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അവൾ ചീര തോരന് വേണ്ടി അരിയാണ്. ചോറിനിതാ കുക്കറിൽ അരി അടുപ്പത്ത് ഇട്ടിരിക്കുന്നു. ഇപ്പത്തിരിക്കുന്ന പുട്ടുകൂടെ ഞാൻ പുട്ട് ഉണ്ടാക്കിയല്ല. എൻ്റെ പൊന്നു രജനിയെ, നിൻ്റെ ഒരു ടർക്കി എവിടെ ഉണ്ടല്ലോ, ആ ടർക്കി ഒന്ന് മാറ്റി വയ്ക്കട്ടെ. അടുക്കളയല്ലേ അമ്മാന്ന്. അടുക്കളയായാലും അടുക്കളയുടേതായ ചില സംവിധാനങ്ങളൊക്കെ വേണമല്ലോ. നീ വരുമ്പോഴാണ് ഇവിടെ ഒരു സംവിധാനവും ചിട്ടയൊക്കെ ആകുന്നത് തന്നെ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ചീര തോരനും വയ്ക്കണം. പിന്നെ രസം, തക്കാളി രസവും ചീര തോരനും ഒരു ചുട്ടരച്ച ചമ്മന്തിയുമാണ്. ഇവിടെ പേര് തന്നെ ഇനി ചമ്മന്തി രജനി എന്നാക്കണം. മുല്ലപ്പൂ രജനി പോയിട്ട് നമുക്ക് ചമ്മന്തി രജനി എന്നാക്കാം. അവളുടെ ചമ്മന്തി അത്ര സ്പെഷ്യലാണ്. ചമ്മന്തി സ്പെഷ്യൽ രജനി. അവളെന്ത് വെച്ചാലും രുചിയാണ് കൂട്ടുകാരെ, പറയാമല്ലോ. ഞാനിപ്പോൾ വിചാരിക്കുക കുറേ നേരത്തെ ഇവിടെ കുക്കിങ് ഏർപ്പെടുത്താമായിരുന്നെന്ന്. വീട്ടിലെ ഒക്കെ അത് തന്നെ രജനി പറഞ്ഞു കേട്ടോ. എൻ്റെ കുക്കിംഗ് രീതി പഠിപ്പിച്ചിട്ട് ഇപ്പം അത് ചെയ്ത് അവിടെ വീട്ടിലും പാലക്കാടൻ രീതി പോയിട്ട് കോട്ടയം രീതി ആയിപ്പോയെന്ന് അവൾ പറയുകയാണ്. അതെയോ? പിന്നെ എൻ്റെ ഉണ്ണി എൻ്റെ സ്റ്റുഡൻ്റ് അവൻ ചീത്തയൊന്നും അവൾ വഴക്ക് പറയില്ല. അവനെപ്പോഴും വഴക്ക് പറയുന്നത് കോട്ടയം സ്റ്റൈലാണ്, ഇവിടുത്തെ അവിടെ രുചി വരുന്നില്ല എന്നും പറഞ്ഞിട്ട്. അത് അവൻ വഴക്കൊന്നും പറയില്ല. നല്ല കുട്ടിയാണ്. അവൻ പഠിക്കുമ്പോഴേ നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമുള്ള പയ്യനാണ്. ഇവളതിനെ വിടക്കാക്കാതിരുന്നാൽ മതി. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ രജനി, ഒരു പിടി ചീര അരിഞ്ഞത് മാറ്റി വെക്കണേ. എനിക്ക് നാളെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കി ഇവരെ കാണിക്കാനാണ് ചീര കൊണ്ടുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. രസത്തിന് ദാവുട്ടി മല്ലിയില ഇരിപ്പുണ്ട് കേട്ടോ. തക്കാളി രസം ഇത്തിരി ചൊടിപ്പോടെ വെക്കണേ രജനി. പിന്നെ നെല്ലിക്ക അവർ അച്ചാറും ഉണ്ടാക്കും. കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് കേട്ടോ കുട്ടിയെ. അവിടെ അച്ചാറും നല്ലതാണ്. മൊത്തത്തിൽ അവളെ ഞാൻ ഈ പുകഴ്ത്തുന്നതുകൊണ്ട് അവൾ എന്നെ വല്ലാണ്ട് ഹരാശ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കൂട്ടുകാരെ. അപ്പോൾ ഇന്നലെ എല്ലാവരും സ്വാതന്ത്ര്യ ദിനമൊക്കെ നമ്മൾ ആഘോഷിച്ചൊന്നുമില്ല. നമ്മുടെ നാടിപ്പം ഒരു വല്ലാത്ത പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കും അല്ലേ രജനി? നമുക്ക് ആഘോഷമൊന്നുമില്ലായിരുന്നു. പക്ഷേ അന്നേരം
ഒരു കിളിയുടെ മനോഭാവവും കൂടെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ ആ കിളി പറയുകയാണ്, ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ടുവാനിൽ പറന്നു നടക്കട്ടെ. വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ടുവാനിൽ പറന്നു നടക്കട്ടെ. സുപ്രഭാതമടുത്തു നഭസിലേക്കുൽപ്പതിക്കുന്നു മാമകവർഗക്കാർ, കൊച്ചുപക്ഷിയാം ഞാനോ തമസിൽ താൻ. പാവമല്ലേ, നമ്മൾ കൂട്ടിലൊക്കെ തത്തമ്മ, മൈന, പിന്നെ വേറെന്തോ രജനി നമ്മൾ കൂട്ടിൽ വളർത്തുന്ന കിളി, പ്രാവിനെയും വളർത്തും അല്ലേ? പ്രാവ് അതിനെയൊക്കെ നമ്മൾ വളർത്തുന്നില്ലേ? നമ്മൾ വളരെ സംരക്ഷിച്ചൊക്കെ അവർക്ക് നല്ല ഫുഡൊക്കെ കൊടുത്ത് കൊഞ്ചിച്ചൊക്കെ വളർത്തുന്നു. പക്ഷേ ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരില്ല അല്ലേ രജനി? എന്ത് സ്വർണ്ണക്കൂട്ടിലായാലും ബന്ധനസ്ഥരായി കിടക്കുന്നത് വളരെ ദുഃഖപൂർണമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അപ്പോൾ ആ കിളി അങ്ങനെ പറയാം, എന്നെ പാരിലേക്ക്, ഭൂമിയിലേക്ക് വിട്ടയക്കൂ. എൻ്റെ കൂട്ടുകാരായിട്ടുള്ള, എൻ്റെ സഹജീവികളായിട്ടുള്ളവരൊക്കെ ആകാശത്ത് പറന്നു നടക്കുന്നു, എന്നെ ഇങ്ങനെ വിഷമത്തിലാക്കി നിങ്ങളിങ്ങനെ കൂട്ടിലടയ്ക്കരുതേന്ന് പറയുകയാണ്. നമ്മൾ പെറ്റ് ആനിമൽസിനെയൊക്കെ അല്ലേ, പെറ്റ് ആനിമൽസിനെയൊക്കെ നമ്മൾ ഇങ്ങനെ വളരെ സംരക്ഷിച്ച് നമ്മൾ വളർത്തുക എന്നൊക്കെ പറയുന്നു. പക്ഷേ അവരൊക്കെ അനുഭവിക്കുന്ന ആ മാനസിക വ്യഥ അവർക്കേ അറിയുമല്ലേ രജനി? നമുക്ക് തോന്നും നമ്മൾ അവരെ വലിയ ഇതായിട്ടൊക്കെ മുടി ചീവി കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു, നല്ല കൂട് പണിത് കൊടുക്കുന്നു. വെറുതെയാണ്. അവർക്ക് സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം, സ്വാതന്ത്ര്യം. മാനികൾക്ക്, ഞാൻ ആ വരികളൊക്കെ മറന്നുപോയി കേട്ടോ രജനിയെ. മൃതിയേക്കാൾ ഭയാനകമെന്നാണ് സ്വാതന്ത്ര്യമില്ലായ്മ മനുഷ്യനെ മരണത്തേക്കാൾ ഭയാനകമെന്നാണ് കവികളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നവരൊക്കെ ക്രാന്തദർശികളാണ്. അവർക്കറിയാമല്ലോ ഈ വരാനിരിക്കുന്ന കാര്യങ്ങളും എല്ലാം. അപ്പോൾ അങ്ങനെ ഇന്നലെ അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം ചെറിയതായ രീതിയിലൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും എല്ലാം കാത്തു രക്ഷിക്കേണ്ട കടമയുള്ളതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ഇപ്പോൾ നമ്മൾ ഓണാഘോഷ പരിപാടി തന്നെ രജനി വേണ്ടാന്ന് വെച്ചിരിക്കുക കേട്ടോ. എങ്കിലും ചെറിയ രീതിയിൽ ആചാരങ്ങളെല്ലാം നടക്കണമല്ലോ, അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ നടത്തും. പിന്നെ ഞങ്ങൾ ഇനിയിപ്പം എന്താ രജനി ഞാൻ പറയണ്ടേ, എന്തോന്ന് രജനി നിന്നോട് പറയാൻ വന്ന് മറന്നുപോയി മോളെ. അയ്യോ, പിള്ളേർ വല്ലതും ഇന്നലെ സ്വാതന്ത്ര്യത്തിന് പോയോടി. അച്ഛൻ ഇന്നലെ പെൻഷൻകാരുടെ അവിടെയൊക്കെ പോയി. ത്യാഗരാജൻ മാഷ് ഇന്നലെ ചെന്നിരുന്നില്ല, അദ്ദേഹം അംഗനവാടിയിൽ ഉദ്ഘാടനത്തിനൊക്കെ പോയിരിക്കുകയായിരുന്നു. അതെ, വായനശാല അവിടെ എല്ലാം ആയിരുന്നു. അത് കാരണം പെൻഷനേഴ്സിൻ്റെ അവിടോട്ട് പോയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ പിന്നെ എങ്ങും പോകുന്നില്ലല്ലോ, ഇനിയും കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് എല്ലാത്തിലും അങ്ങനെ മേളിക്കണമെന്നുണ്ട് എനിക്ക്. അങ്ങനെ എനിക്കിങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് രജനി. അപ്പം നമ്മുടെ ചോറും കൂട്ടാനും ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് അവരെയൊക്കെ കാണിക്കാം അല്ലേ രജനി? ഇന്ന് അതുപോലെ തന്നെ കപ്പയുണ്ട് കുട്ടി, പൂളക്കിഴങ്ങുണ്ട്. ഞാനിന്ന് സ്പെഷ്യലായിട്ട് പറയുന്ന നെല്ലിക്ക അച്ചാർ വിടണം, നെല്ലിക്ക ഇത്തിരി ഗ്രേവിയോടെ ഇട്ടു കേട്ടോ, അടുപ്പത്തോട്ടിട്ട്. ഞാനല്ലേ അത് വെച്ചോളാം. പിന്നെ പൂളക്കിഴങ്ങ് ഇന്നലത്തെ നല്ലതായിരുന്നു കേട്ടോ കുട്ടി. നീ ഒരു കഷ്ണം കൂടെ ഉള്ളൂ, ഒന്നുകിൽ അത് വയ്ക്കുക അല്ലേ നീ കൊണ്ടുപോവുക. ഏതായാലും ഇരുന്ന് കേടുവരുത്തരുത്. നിനക്ക് പിന്നെ ഒന്നും വേണ്ടല്ലോ, നിനക്കൊന്നുമേ. ഈ കുട്ടിയുണ്ടല്ലോ, ഒരു സാധനം കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോവുകയില്ല. അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഇത്. എന്ത് കൊടുത്താലും അവൾക്ക് വേണ്ട, എന്തും വേണ്ട. വേണ്ട കൂട്ടരെ, വേണ്ട സഹോദരൻ എന്ന് പറയുന്നില്ല ആ കുട്ടി. അതുകൊണ്ട് അതും ഇതും വേണമെന്ന് പറഞ്ഞതായിട്ട് നമുക്ക് പറയാൻ പറ്റും, എന്നാൽ അവളൊന്നും വേണ്ടെന്നേ പറയുള്ളൂ. പിന്നെ ഞാൻ വല്ല കടുംപിടുത്തം പിടിച്ച എന്തെങ്കിലുമേലും ഒന്ന്, അല്ല ഇങ്ങനെ വല്ല പഴമോ എന്തെങ്കിലും, അല്ലാതെ ഒന്നും അവൾ കൊണ്ടുപോകില്ല. പിന്നെ കുട്ടി നമ്മുടെ എന്തുവാ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഞാൻ ആദ്യത്തെ എടുത്ത് കളഞ്ഞിട്ട് രണ്ടാം മുറി മേടിച്ചില്ലേ, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന കുട്ടി, കടലമാവോ അല്ലല്ലോ, എന്തുവാടി അതിൻ്റെ പേര്? ചോളപ്പൊടി. ആ ചോളപ്പൊടി അങ്ങനെ പിടിക്കും. നിനക്ക് വേണോ? നിനക്കും വേണ്ട. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് കളയാൻ പറ്റുമോ? കഴിഞ്ഞ തവണത്തെ കളഞ്ഞു. പിന്നെ ആ സ്ത്രീ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ മേടിച്ചു. അവിടെ എത്തിരി എന്തെങ്കിലും മേടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അത് പിടിക്കും. എനിക്ക് അതിൻ്റെ പുട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ ചെറിയ സ്റ്റാൻഡ് വെച്ച ദോശ ഉണ്ടാക്കി കേട്ടോ കുട്ടി. എന്നാൽ എനിക്ക് ആ സ്റ്റാൻഡിൽ നിന്നു ഞാൻ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചു. അതുകൊണ്ട് എനിക്ക് വലിയ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ദേഷ്യമാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. വാണി, മണി, വരദായിനി, അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. മുല്ലപ്പൂ ഇന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി എന്നെ ഒന്നും പറയരുത് കേട്ടോ. ഫ്രിഡ്ജ് രജനിയെ കുട്ടി, ആ ഫ്രിഡ്ജ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടണേ.
ഫ്രിഡ്ജിൽ നിന്ന് എന്തൊക്കെയോ തുറന്നെടുത്തോണ്ട് പോകുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിലേക്ക് നിങ്ങളെ കാണിച്ചില്ല. കാരണം എന്നാ വെച്ചാൽ ഫ്രിഡ്ജ് ഒരാഴ്ച കൂടുതലായി കേട്ടോ. നല്ല വൃത്തിയായിട്ടും തുടയ്ക്കണേ പൊന്നു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. മഞ്ഞപ്പൊടി അല്ല രജനി, മഞ്ഞപ്പൊടി ആദ്യം ഇടുന്നത് എന്തിനാ? ചതയ്ക്കാനോ? അപ്പോൾ ചീരത്തോരനും ഉളക്കിഴങ്ങ്. ഞാനിത് ഓഫാക്കട്ടെ. ഇത് ആചാരവെടി പോലെയാണ് ഇവള്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോഴിവള് പിന്നെ അടുക്കള നിന്നല്ല വീഡിയോ എടുക്കാൻ പറ്റും, കുക്കിങ്ങിൻ്റെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തേലും ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ രജനി ഒന്നുകിൽ ചോറിൻ്റെ എന്തിൻ്റെയും കുക്കറിൻ്റെ സ്റ്റീം വരും. അല്ലെങ്കിൽ അവളെ രജനി 2 കാന്താരി കൂടി ഇങ്ങനെ പറിച്ചുകൊണ്ട് പോരാ. അവിടെ എവിടെയൊക്കെയോ ഉണ്ട് കേട്ടോ കുട്ടിയെ. 2-3 കാന്താരി. പിന്നെ അല്ലെങ്കിൽ ഇവിടെ പിന്നെ മിക്സി ഇങ്ങനെ വയ്ക്കും. എനിക്ക് ശബ്ദം വരില്ല, എനിക്ക് വയസ്സായില്ല, ആരോഗ്യമില്ല, അത് കാരണം വരുന്നില്ല. തോരനിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് രസം, ചീരത്തോരൻ, ചമ്മന്തി, ചോറ്, നെല്ലിക്ക അച്ചാറ്, പിന്നെന്തോ കപ്പ, ഉളക്കിഴങ്ങ് വേവിച്ചത്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. നീ നോക്കിയത് ഇതിൽ കണ്ടു കേട്ടോ. നീ പാവമല്ലെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. നിൻ്റെ നോട്ടം അവർ കണ്ടു. അപ്പം നീ പാവമല്ലെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നീ വളരെ പാവത്തിനെ പോലെ നിൽക്കുന്നില്ലേ? പക്ഷേ നിൻ്റെ നോട്ടം, നീയും മാഷും 2 പേരും ഇവിടെ നോട്ടക്കാർ. അതാ കേട്ടല്ലോ, ആചാരപടി മുടങ്ങി. അപ്പോൾ ഞാൻ ഈ മറ്റേ ഓഫാക്കാം, അടുപ്പ് ഓഫാക്കാം കുട്ടി. എന്നെ വെക്കടി. അപ്പോൾ നമ്മൾ കട്ടിങ് ഇതൊക്കെ അവൾ കഴുകി വയ്ക്കുന്നു. ചീരത്തോരനടുപ്പത്ത് കയറാൻ പോകുന്നു. എന്നെ വികലമായി നോക്കുന്നു. നോട്ടത്തിലൂടെ എന്നെ പേടിപ്പിക്കാതെ കുഞ്ഞേ, നീ നോക്കുന്നിടത്തൊക്കെയും ഉണ്ട് കായ്കൾ, പുത്തും പഴുത്തും കദളി കദംബം. കദളി വനങ്ങൾ കരികിലല്ലോ കടത്തനാട് കദളി വനങ്ങൾ കരികിലല്ലോ കടത്തനാട്. കളരിമുറ്റം വരെ പോയി വരാമോ കളമൊഴിയേ കിളിയേ കളമൊഴിയേ കിളിയേ. അപ്പോൾ എൻ്റെ ഗാനാലാപനമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും ചോറുണ്ണാൻ നേരത്ത് ഞാനിതെല്ലാം നിങ്ങളെ കാണിക്കാം. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ഈ വാചാലതയൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു നല്ല നമസ്കാരം.